Hi my dear students, good morning. Welcome back to MTM Campus Education channel. This is Faushiba again with the continuation of basic terms or basic definitions in income tax. Okay, in last class we were discussed about what is income, what is assessment year, previous year and current year. Okay, so today let's discuss about another basic terms, that is persons. വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് തവണ പേഴ്സൺസ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് സെക്ഷൻ 231. ഓക്കെ, അപ്പോൾ ആരാണ് പേഴ്സൺ? ഈ ഇൻകം ടാക്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻകം ടാക്സിൻ്റെ കണ്ണിൽ ഒരു വ്യക്തി എന്നല്ല, ഒരു പേഴ്സൺ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആരൊക്കെയാണെന്ന് നോക്കാം. ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി, സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ്, അവരെ പേഴ്സണായിട്ട് കണക്കാക്കുന്നു. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, HUF, കർത്തായുടെ ലീഡർഷിപ്പിലുള്ള ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഇപ്പോൾ നിലവിലില്ലെങ്കിലും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അവരുടെ ബിസിനസ്, അപ്പോൾ അതിന് ഇൻകം ടാക്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ പേഴ്സണായിട്ട് കാണണം. ദെൻ ഒരു കമ്പനി, ഓക്കെ, കമ്പനി. അടുത്തത് ഫേം എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫേമാണ്. ഇപ്പോൾ അതിനെ LLP എന്നാണ് പറയുന്നത്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. നെക്സ്റ്റ് വരുന്നത് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, വ്യക്തികളുടെ കൂട്ടായ്മ, അസോസിയേഷൻ ഓഫ് പേഴ്സൺ. ഓക്കെ, എ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, അതും അതേപോലെ തന്നെ എന്താണ്, ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി. ഇൻഡിവിജ്വൽസ്, അസോസിയേഷൻ പോലെ തന്നെ ഇതും വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ദെൻ ലോക്കൽ അതോറിറ്റി, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതൊക്കെയാണ് ലോക്കൽ അതോറിറ്റീൻ്റെ കാറ്റഗറിയിൽ പെടാം. ദെൻ എവറി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, നിയമപരമായിട്ട് വ്യക്തിത്വം നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. എ യൂണിവേഴ്സിറ്റി, എ പബ്ലിക് കോർപ്പറേഷൻ, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, നിയമപരമായി അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വ്യക്തികളെ പോലെ പ്രവർത്തിക്കാനും ഇടപാടും ഇത് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. കമ്പനിക്കും ഫേമിനും അസോസിയേഷൻ ഓഫ് പേഴ്സണിനും ഒക്കെ ഉണ്ട്. എങ്കിലും ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സെക്ഷൻ 231 ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ബേസിക് ടേമാണ് പേഴ്സൺസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇൻഡിവിജ്വൽ, HUF, കമ്പനി, പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് LLP, ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ AOP, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, അതേപോലെ തന്നെ ലോക്കൽ അതോറിറ്റി, അതേപോലെ തന്നെ എവരി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തതാണ് അസസി. ഹൂ ഈസ് അസസി? അസസി ആരാണ്? 27 ഇൻഡിവിജ്വലിനെ പോലെ തന്നെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന 4 ടേംസാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആ 4 ടേംസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടേംസാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന. ഒന്ന് അസസി, പിന്നെ നേരത്തെ പറഞ്ഞ പേഴ്സൺ. ഓക്കെ, അസസി എന്ന് വെച്ചാൽ ഒരു വ്യക്തിയായിരിക്കും, ഒരു പേഴ്സൺ ആയിരിക്കും. ഏത് പേഴ്സൺ? ഇൻകം ടാക്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നേരത്തെ സെക്ഷൻ 231 പ്രകാരം ആരാണോ പേഴ്സൺ എന്ന് പറഞ്ഞത് അവരായിരിക്കും. ഓക്കെ, അവർക്ക് എന്താണ്, അവരെങ്ങനെയാണ് അസസിയായി കണക്കാക്കുന്നത്? Who is liable to pay tax on any other sum of money like interest or penalty under the Act. Income Tax Act 1961 പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പേഴ്സൺ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനായിരുന്നോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ ഒക്കെ കൊടുക്കാൻ ബാധ്യസ്ഥരായവരെയാണ് എന്തെന്ന് പറയുന്നത്, അസസി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻകം ടാക്സ് അല്ലെങ്കിൽ പെനാലിറ്റി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, ഇൻകം ടാക്സ് മാത്രമല്ല കേട്ടോ, ടാക്സ്. ഓക്കെ, അവരെയാണ് ഒരു മീനിങ്ങിൽ എന്തെന്ന് പറയുന്നത്, അസസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇൻ റെസ്പെക്റ്റ് ഓഫ് whom any proceedings under this act have been taken for the assessment
ഓഫ് ഹിസ് ഇൻകം ഓർ ഇൻകം ഓഫ് എനി അതർ പേഴ്സൺ ഇൻ റെസ്പെക്റ്റ് ഓഫ് വിച്ച് ഹീ ഈസ് അസസിബിൾ. അതായത് ആരുടെ ഇൻകത്തിൻ്റെ മേലെയാണോ അല്ലെങ്കിൽ എന്താ പറയുക, അദ്ദേഹം ആർക്കു വേണ്ടിയാണോ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ കാൽക്കുലേറ്റ് ചെയ്യാൻ ആർക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ ആരാണോ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആളെയും അല്ലെങ്കിൽ അയാളുടെ വേറൊരാളുടെ ഇൻകത്തിൻ്റെ മേലെയോ അല്ലെങ്കിൽ സ്വന്തം ഇൻകത്തിൻ്റെ മേലെയോ നമ്മൾ ഇൻകം ടാക്സ് അസസ് ചെയ്യുകയും അവരുടെ മേൽ നിന്ന് എന്തെങ്കിലും പ്രൊസീഡിങ്സ്, എന്തെങ്കിലും ചാർജ് ഈടാക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾക്ക് എന്തെന്ന് പറയാം, അസസി എന്ന് പറയാം. അതെന്തുകൊണ്ടാണെന്നറിയോ അസസി ഇങ്ങനെ ആരുടെയെങ്കിലും എന്ന് പറയുന്നത്? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡീംഡ് അസസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസസി ഉണ്ട്. നിയമപരമായി അസസിയായി കണക്കാക്കപ്പെട്ടവരെയാണ് എന്തെന്ന് പറയുന്നത്, ഡീംഡ് അസസി എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു പ്രൊവിഷൻ രണ്ടാമത്തെ പ്രൊവിഷനിൽ അങ്ങനെ വെച്ചിട്ടുള്ളത്. അയാളുടെ സ്വന്തം ഇൻകത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വേറൊരാൾക്ക് ആക്ട് ഓൺ ബിഹാഫ് ഓഫ് അതേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, മറ്റുള്ളവർക്ക് വേണ്ടി നിയമപരമായി ഇടപാടുകൾ നടത്തുന്നവർ, മറ്റുള്ളവർക്ക് വേണ്ടി ഏതെങ്കിലും കരാറുകളിൽ ഏർപ്പെടുന്നവർ, അങ്ങനെ ഒരു കാറ്റഗറി ആൾക്കാരെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ബിസിനസ് ലോയിൽ അല്ലെ ബിസിനസ് റെഗുലേഷനിൽ. അത് തന്നെയാണ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വന്തം ഇൻകത്തിൻ്റെ മേലെയാണോ ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടി എന്താ പറയുക ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അവരെ നമ്മൾക്ക് എന്തെന്ന് പറയാം, അസസി എന്ന് പറയാം. ഓക്കെ, അവിടെ അപ്പോൾ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഹൂ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി. അങ്ങനെയാണെങ്കിൽ അവരെ പറയുന്ന പേരാണെന്താണെന്ന് തോന്നുന്നത്, അസസിയുടെ കാറ്റഗറിയിൽ അടുത്തൊരു കാറ്റഗറിയും കൂടി പറഞ്ഞു. ആരാണ് അവരെ? ഡീംഡ് ടു ബി അസസി, അസസിയായി പരിഗണിക്കപ്പെടുന്നവർ. ഓക്കെ, ആൻഡ് നാലാമത്തത് ഹൂ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി ഇൻ ഡീഫോൾട്ട്. ആരാണോ അസസി, അയാൾ എന്താ പറയുക വീഴ്ച വരുത്തിയിട്ടുള്ളത്. എന്ത് വീഴ്ച വരുത്തിയിട്ടുള്ളത്? ഇൻകം ടാക്സ് പേയ്മെൻറ്റ് ലയബിലിറ്റി പേ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുള്ളവരെയാണ് എന്തെന്ന് പറഞ്ഞത്, അസസി ഇൻ ഡീഫോൾട്ടും. അപ്പോൾ അസസി എന്ന കാറ്റഗറിയിൽ രണ്ട് പ്രധാനപ്പെട്ട കാറ്റഗറി വരുന്നുണ്ട്. ഒന്ന് ഡീംഡ് ടു ബി അസസിയും മറ്റൊന്ന് എന്താണ്, എൻ അസസി ഡീംഡ് ടു ബി എൻ അസസി ഇൻ ഡീഫോൾട്ട്. ഓക്കെ, അസസി ഇൻ ഡീഫോൾട്ടൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഓരോന്നും നമ്മളോട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അസസി എന്ന് വെച്ചാൽ ആരാണോ സ്വന്തം ഇൻകത്തിൻ്റെ മേലെ ടാക്സ് കൊടുക്കുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും പെനാൽറ്റി കൊടുക്കുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കൊടുക്കുന്നവർ, അവരെ അസസി എന്ന് പറയാം. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഹും എനി പ്രൊസീഡിങ്സ് അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ട് പ്രകാരം ഏതെങ്കിലും ഒരു തുക ഹാവ് ബീൻ ടേക്കൺ ഫോർ ദ അസസ്മെൻറ്റ് ഓഫ് ഹിസ് ഇൻകം. സ്വന്തം ഇൻകത്തിൻ്റെ മുകളിൽ അസസ്മെൻറ്റിന് വേണ്ടി പരിഗണിക്കുകയോ ഓർ ഇൻകം ഓഫ് എനി അതർ പേഴ്സൺ ഇൻ റെസ്പെക്റ്റ് ഓഫ് വിച്ച് ഹീ ഈസ് അസസിബിൾ. അദ്ദേഹം മറ്റുള്ളവരുടെ ഇൻകത്തിൻ്റെ മേലെ എന്ത് ചെയ്യുന്നു, അസസ് ചെയ്യുന്നു. അത് അപ്പോൾ മറ്റുള്ളവരുടെ ഇൻകത്തിൻ്റെ മേലെ അസസ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇതിൻ്റെ അസസി ഇൻ ഡീംഡ് ടു ബി അസസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറി ഉണ്ട്. അതാണ് ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പം മറ്റുള്ളവരുടെ ഇൻകത്തിൻ്റെ മേൽ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനായി വരികയോ അല്ലെങ്കിൽ സ്വന്തം ഇൻകത്തിൻ്റെ മുകളിൽ ഈ നിയമപ്രകാരം ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരായി വരുന്നവരോ എന്തെന്ന് പറയുന്നു, അസസി എന്ന് പറയുന്നു. നെക്സ്റ്റ് ഹൂ ഈസ് ഡീംഡ് ടു ബി എൻ അസസി. ഡീംഡ് ടു ബി എൻ അസസി, അസസിയായി പരിഗണിക്കപ്പെടുന്നവർ. അടുത്തതാണ് അസസി ഇൻ ഡീഫോൾട്ട്, അതായത് അസസ്മെൻറ്റിൽ വീഴ്ച വരുത്തുന്നവരെയാണ് എന്തെന്ന് പറഞ്ഞത്, അസസി ഇൻ ഡീഫോൾട്ട് എന്നും പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഡീംഡ് അസസി അല്ലെങ്കിൽ ഡീംഡ് ടു ബി ആൻ അസസി അങ്ങനെ പറയും. ഇതും എന്താ പറയുന്നു, അസസി എന്ന് പറയുന്ന 2(7) കാറ്റഗറിയിൽ വരുന്ന തന്നെയാണ് കേട്ടോ. അസസി
ഡീംഡ് ടു ബി അസസി അല്ല, പക്ഷേ സ്വന്തം ഇംഗത്തിൻ്റെ മുകളിലല്ല, വേറൊരാളെ ഇംഗത്തിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരായ ഒരാളെ, വ്യക്തിയെ അല്ലെങ്കിൽ പേഴ്സണിനെയാണ് എന്ത് പറയുന്നത്, ഡീംഡ് ടു ബി ആൻ അസസി എന്ന് പറയുന്നത്. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് നോക്കാം. എ പേഴ്സൺ ഈസ് കൺസിഡേർഡ് ആൻ അസസി ഫോർ സം അതർ പേഴ്സൺ ഓർ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് സം അതർ പേഴ്സൺ ഈസ് കോൾഡ് ഡീംഡ് അസസി. വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ റെപ്രസെൻറ്റേറ്റീവ്സിന് വേണ്ടിയിട്ടോ എന്താ പറയുക, അസസ്മെൻറ്റ് നടത്താൻ ബാധ്യസ്ഥരായവരെയാണ് നമ്മൾ എന്ത് തോന്നുന്നത്, ഡീംഡ് അസസി. അതിൽ ആരൊക്കെയായിരിക്കും? എ പാരൻസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് മൈനർ സൺ ഓർ ഡോട്ടർ. മൈനർ ചൈൽഡ്, ഒരു 18 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടിയെയാണ് എന്ത് തോന്നുന്നത്, മൈനർ ചൈൽഡ് എന്ന് പറയുന്നത്. മൈനർ ചൈൽഡിൻ്റെ പിന്നെ ടാക്സ് കൊടുക്കാൻ മൈനർ ചൈൽഡിന് എന്തെങ്കിലും ഇൻകം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളത് അച്ഛനോ അമ്മയോ ആണ്. ഈ അച്ഛനും അമ്മയോ എന്ന് പറയുന്നത്, അച്ഛൻ തന്നെയാണ് ഫസ്റ്റ് എന്തെന്ന് പറയുന്നത്, പ്രൈമറി ലയബിലിറ്റി അച്ഛന് തന്നെയാണ്. പക്ഷേ ആരുടെ ഇൻകത്തിൻ്റെ കൂടെയാണ് ഇവരുടെ ഇൻകം കൂട്ടുക എന്നറിയോ? അതൊന്നും ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടതല്ല. എങ്കിലും അച്ഛനാണോ അമ്മയ്ക്കാണോ ഇൻകം കൂടുതൽ, അയാളുടെ ഇൻകത്തിൻ്റെ കൂടെ ആയിരിക്കും കുട്ടിയുടെ ഇൻകം കൂട്ടുക. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. എങ്കിലും ഞാൻ പറയാം, അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കാണ് ബാധ്യത മൈനർ ചൈൽഡിൻ്റെ ഇൻകത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ. ബട്ട് അതിൽ ആർക്കാണ് എന്നുള്ളത്, ഹൂസ് ഇൻകം ഈസ് ഹയർ, അച്ഛൻ്റെ ആണോ അമ്മയുടെ ആണോ ഇൻകം കൂടുതൽ, അവരുടെ ഇൻകത്തിൻ്റെ കൂടെയാണ് കുട്ടിയുടെ ഇൻകം കൂട്ടുക. ഓക്കെ, നെക്സ്റ്റ്, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. ഏതെങ്കിലും കാരണവശാൽ മരണപ്പെട്ട ഒരു വ്യക്തി ഉണ്ടാവും, ആ വ്യക്തിയുടെ ലീഗൽ ഹയേഴ്സ്, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ്. ഓക്കെ, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ്, അയാൾക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യുന്നവരെ ഡീംഡ് അസസി എന്ന് പറയുന്നു. അടുത്തത്, ആൻ ഏജൻറ്റ് ഓഫ് പേഴ്സൺ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഏതെങ്കിലും പ്രിൻസിപ്പളിൻ്റെ ഏജൻറ്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പൊക്കെ ഞാൻ തന്നെ നിങ്ങളെ പഠിപ്പിച്ചതാണ് കഴിഞ്ഞ വർഷം. ഏതിലാണ്? ബിസിനസ് റെഗുലേഷനിൽ. അപ്പോൾ അത് തന്നെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഡിസീസ്ഡ് പേഴ്സൺ. അപ്പോൾ ഹൂ ആർ ഡീംഡ് ടു ബി എൻ എസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ, പാരൻസ് ഓഫ് എ മൈനർ ചിൽഡ്രൻ. അടുത്തത് ഏജൻറ്റ് ഓഫ് പേഴ്സൺ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഏതെങ്കിലും പ്രിൻസിപ്പളിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഏജൻറ്റ്. ഓക്കെ, ഇവരെയാണ് ഡീംഡ് അസസി എന്ന് പറയുന്നത്. ഡീംഡ് ടു ബി ആൻ അസസി എന്നും പറയും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ലാസ്റ്റ് വൺ ഇൻ ദിസ് ഏരിയ കേട്ടോ, അസസിയിൽ തന്നെ രണ്ടെണ്ണമാണ്. അസസി എന്താണെന്നുണ്ട്, ഡീംഡ് ടു ബി ആൻ അസസി ഉണ്ട്, അസസി ഇൻ ഡീഫോൾട്ട്. അപ്പോൾ ഇനി അസസി ഇൻ ഡീഫോൾട്ട് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അസസി ഇൻ ഡീഫോൾട്ട് എന്ന് വെച്ചാൽ എന്താ? ഏതെങ്കിലും കാരണവശാൽ ടാക്സ് ലയബിലിറ്റി മീറ്റ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ ആൾക്കാരെയാണ് എന്തെന്ന് പറയുന്നത്, അസസി ഇൻ ഡീഫോൾട്ട്. ഓക്കെ, വെൻ എ പേഴ്സൺ ഈസ് ലയബിൾ ടു ഡു എ വർക്ക് ഓർ ഡ്യൂട്ടി അണ്ടർ ദിസ് ആക്ട് ആൻഡ് ഇഫ് ഹി ഫെയിൽസ് ടു ഡു ദാറ്റ് ഹി ഈസ് കോൾഡ് ആൻ അസസി ഇൻ ഡീഫോൾട്ട്. ഉണ്ടോ? ഈ നിയമപ്രകാരം ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ഏതെങ്കിലും ജോലിയോ എന്തെങ്കിലും കൊടുക്കാൻ ഒരു വ്യക്തി ലയബിൾ ആവുകയും ആ കൊടുക്കുന്ന ഫീസ്, ഇൻട്രസ്റ്റ്, ടാക്സ് അതിലേതെങ്കിലും കൊടുക്കുന്നതിൽ ഏതെങ്കിലും ഒരു അസസി വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച വരുത്തിയ അസസിയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, അസസി ഇൻ ഡീഫോൾട്ട്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എൻ എംപ്ലോയർ ഈസ് ലയബിൾ ടു ഡിഡക്റ്റ് ടാക്സ് അറ്റ് സോഴ്സ് ഓൺ പേയ്മെൻറ്റ് ഓഫ് സാലറി ടു ഹിസ് എംപ്ലോയീസ്. ഓക്കെ, ശരിക്കും എംപ്ലോയീസിൻ്റെ ടാക്സ് പിന്നെ എംപ്ലോയീസിൻ്റെ സാലറിക്ക് ഫസ്റ്റ് ലയബിലിറ്റി ആയിരിക്കാണ് എംപ്ലോയർക്കാണ്. അവരത് പിടിച്ചിട്ട് എല്ലാത്തിനുമല്ല, സാലറിയുമായി ബന്ധപ്പെട്ട ടാക്സ് പിടിച്ചുകൊണ്ടാണ് എന്ത് കൊടുക്കുന്നത്, സാലറി കൊടുക്കുന്നത്. ബട്ട് ഇഫ് ഹി ഫെയിൽസ് ടു ഡു ദാറ്റ് ഹി ഈസ് അസസി ഇൻ ഡീഫോൾട്ട്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് വെച്ചാൽ എവിടെ നിന്നാണോ ഇൻകം കിട്ടുന്നത് അവിടെ നിന്ന് തന്നെ ടാക്സ് ആദ്യം പിടിച്ചുകൊണ്ട് ബാക്കി നെറ്റ് എമൗണ്ട് കൊടുക്കണേനെയാണ് എന്തെന്ന് പറയുന്നത്, TDS എന്ന് പറയുന്നത്. TDS പിടിച്ചിട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം ഞാൻ ഇന്നലെ ലോട്ടറീൻ്റെ കേസ് പറഞ്ഞില്ലേ, ലോട്ടറി നമുക്ക് 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചാൽ 65,000 രൂപയെ നമ്മളെ കയ്യിൽ കിട്ടുള്ളൂ. കാരണം എന്താ?
ആ ലോട്ടറി ആരാണോ നമ്മൾക്ക് തരുന്നത്, അതിൻ്റെ സമ്മ് നമ്മൾക്ക് ആരാ തരുന്നത്, അവർ ഇതിൻ്റെ മേലെയുള്ള ടാക്സ് കിഴിച്ചുകൊണ്ട് ബാക്കി എമൗണ്ടാണ് നമ്മൾക്ക് തരിക. അതിനാണ് TDS എന്ന് പറയുക, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പോൾ ഒരു സാലറി TDS ആയിട്ട് പിടിക്കേണ്ട സാലറി ഒക്കെ ഉണ്ടാവും. ആ സാലറി എംപ്ലോയർ പിടിച്ച് ബാക്കിയാണ് എംപ്ലോയിക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു എംപ്ലോയർ ചെയ്യുന്നതിൽ എംപ്ലോയർക്ക് വീഴ്ച വരുത്തിയാൽ ആ എംപ്ലോയറെ നമ്മൾ എന്തെന്ന് പറയാം, അസസി ഇൻ ഡീഫോൾട്ട്. അവിടെ എംപ്ലോയി അസസി ഇൻ ഡീഫോൾട്ട് അല്ല. എംപ്ലോയി എന്ത് ചെയ്യണം, എംപ്ലോയിക്ക് കിട്ടിയ ഇൻകത്തിൻ്റെ മേലെ എന്ത് ചെയ്യണം, അത് ശരിയായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് വേറെ കൊടുക്കും. ഓക്കെ, ഈ TDSൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ സാധാരണ കേസല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ടാണ് ബേസിക് ടേംസ് കുറച്ച് പറയുന്നത്. അപ്പോൾ പേഴ്സൺ എന്ന് വെച്ചാൽ ആരായിരുന്നു, ഒരു ഇൻഡിവിജ്വൽ. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 231 സെക്ഷനിൽ പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ, അതേപോലെ തന്നെ ഒരു HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഒരു കമ്പനി അല്ലെങ്കിൽ ലിമിറ്റഡ് കമ്പനി, അതേപോലെ തന്നെ ഫേം, പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ LLP എന്നാണ് ഇപ്പോൾ അറിയപ്പെടുക, ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ AOP, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ BOI, ലോക്കൽ അതോറിറ്റി. ഇതൊക്കെ ഇങ്ങനെ ഷോർട്ട് ഫോം ഉപയോഗിക്കട്ടെ, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അതേപോലെ തന്നെ ലോക്കൽ അതോറിറ്റി, എവരി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ഇവരെയൊക്കെയാണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പേഴ്സൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അസസി, ആരാണോ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്, ആരുടെ ഇൻകത്തിൻ്റെ മേലെയാണോ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഇൻകം ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്, അവരെ നമ്മൾക്ക് ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 27 പ്രകാരം എന്തെന്ന് പറയാം, അസസി എന്ന് പറയാം. ഒന്ന്, അതേപോലെ തന്നെ അത് ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് മാത്രമല്ല, ടാക്സ് ആവാം, ഇൻട്രസ്റ്റ് ആവാം, പെനാൽറ്റി ആവാം, എന്തും ആവാം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇൻകത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു വ്യക്തി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെയും നമ്മൾ അസസി എന്ന് പറയാം. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട 2 കാറ്റഗറിയാണ് അസസി ഇൻ ഡീഫോൾട്ടും ഡീംഡ് ടു ബി ആൻ അസസിയും. അപ്പോൾ അസസി ഇൻ ഡീഫോൾട്ട് എന്താ, ഡീംഡ് ടു ബി ആൻ അസസി എന്താണെന്ന് നോക്കാം. ഇവർ അസസി അല്ലെങ്കിലും, അസസി ആവാം അല്ലാണ്ടിരിക്കാം, പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരായവരെയാണെന്തെന്ന് പറയുന്നത് അസസി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡീംഡ് അസസി എന്ന് പറയുന്നത്. ഒന്നാമത്തെ എന്താ പറഞ്ഞത്, ഒരു മൈനർ ചൈൽഡിൻ്റെ പാരൻസ്, അച്ഛനാവാം അമ്മയാവാം, അച്ഛനും അമ്മയ്ക്കും കൊടുക്കേണ്ട ആരുടെ ഇൻകത്തിനാണോ ഏറ്റവും കൂടുതലുള്ളത് അവരുടെ ഇൻകത്തിൻ്റെ മുകളിൽ കൂടെയാണ് ഈ കുട്ടിയുടെ ഇൻകവും ആഡ് ചെയ്യുക. ദെൻ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഡിസീസ്ഡ് പേഴ്സൺ, ഏതെങ്കിലും കാരണവശാൽ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ലീഗൽ ഹയേഴ്സ് ഓർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ്. അതേപോലെ തന്നെ an agent of person residing outside India, ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഏതെങ്കിലും പ്രിൻസിപ്പളിൻ്റെ ഏജൻറ്റ്സ്. ഓക്കെ, ദെൻ അസസി ഇൻ ഡീഫോൾട്ട് എന്ന് വെച്ചാൽ ആരായിരുന്നു, ഏതെങ്കിലും കാരണവശാൽ ടാക്സ് ലയബിലിറ്റി മീറ്റ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അസസി ഇൻ ഡീഫോൾട്ട്. ഓക്കെ, അസസി ഇൻ ഡീഫോൾട്ട്, when a person liable to do work or duty under this act, ഈ നിയമപ്രകാരം ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരായവരെ അല്ലെങ്കിൽ ഫീസ് കൊടുക്കാൻ, പെനാൽറ്റി കൊടുക്കാൻ ബാധ്യസ്ഥരാവുകയും ആൻഡ് ഇഫ് ഹി ഫെയിൽസ് ടു ഡു ദാറ്റ്, അവർ അത് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്താൽ അവരെ നമ്മൾക്ക് എന്തെന്ന് പറയാം, അസസി ഇൻ ഡീഫോൾട്ട് എന്നും പറയാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.